പറയാൻ പോലും ലജ്ജ തോന്നുന്ന എന്നാൽ പറയാതിരിക്കാൻ കഴിയാത്ത ഒരു സത്യം ഇന്ന് പാർലമെന്റിൽ മുഴങ്ങി. നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോകാം. एक एक्स-आईबी चीफ, एक आईटी कंपनी के मालिक और एक गौमूत्र के विशेषज्ञ भी हैं. ആ പ്രസംഗം നാണിപ്പിച്ചത് അവിടെ ഇരുന്നവരെ മാത്രമല്ല, വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു രാജ്യത്തെ മുഴുവനുമാണ്. നീറ്റ് പേപ്പർ ലീക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ സംഭവം. അതിനു പിന്നാലെ സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി. പക്ഷേ അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. आज हम सदन पटल पर एक ऐसे विधेयक में संशोधन पर डिबेट कर रहे हैं जो 2024 में पारित हो चुका था और इसमें मुख्य संशोधन यही है कि पेपर लीक के अन्य अपराधों के लिए सजा बढ़ाई जाएगी. मगर जब से ये विधेयक पारित हुआ तब से अब तक इस सरकार ने एक भी अपराधी को सजा नहीं दी. आपने देखा है कि कल और परसों से फेस रिकॉग्निशन द्वारा प्रदर्शन करने वाले बच्चों के नाम और पते सार्वजनिक किए जा रहे हैं. मगर यही काम पेपर लीक करने वाले अपराधियों के लिए अभी तक नहीं किया गया. ना इस विधेयक में पेपर लीक रोकने के कोई ठोस कदम है. इससे देश के युवाओं का भरोसा कैसे बनेगा? अध्यक्ष महोदय, आदरणीय प्रधानमंत्री महोदय जी को आपके माध्यम से मैं कहना चाहती हूं कि शायद उन्हें अपने सलाहकार बदलने चाहिए. वे असलियत से एकदम टूट चुके हैं. नई कमेटियां बनाने से काम नहीं चलेगा. उनका अध्यक्ष चाहे कोई भी हो. राधा कृष्ण कमेटी भी व्यवस्था में सुधार लाने के लिए बनी थी. आज तक उसकी एक सिफारिश लागू नहीं हुई है. और इस नई कमेटी में तो एक एक्स-आईबी चीफ, फिर चिल्लाएंगे, एक एक्स-आईबी चीफ, एक आईटी कंपनी के मालिक और एक गौमूत्र के विशेषज्ञ भी हैं. इन्हें शिक्षा के बारे में क्या पता जी? सर सच है. ബലാത്സംഗ കേസിലെ പ്രതികളെ അനുകൂലിച്ച ഒരാളെ എങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമെന്ന ചോദ്യം ട്രഷറി ബെഞ്ചിനെ ആദ്യം ഞെട്ടിച്ചു കളഞ്ഞു. 1 മിനിറ്റ് തരിപ്പിന് ശേഷം പ്രഹ്ലാദ് ജോഷിയോട് മാപ്പ് പറയണമെന്നായി ആവശ്യം. എതിർപ്പുമായി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു എണീറ്റതോടെ തെളിവ് തരാമെന്നായി പ്രിയങ്ക ഗാന്ധി. ഗുജറാത്ത് കലാപത്തിൽ ബലാത്സംഗത്തിനിരയായ ബൽക്കിസ് ബാനു കേസിലെ പ്രതികളെ മുൻകാലത്ത് ജോഷി അനുകൂലിച്ചു എന്നതായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ആരോപണം. മന്ത്രി കേട്ടപാടെ ഇത് നിഷേധിക്കുകയാണുണ്ടായത്. പ്രിയങ്ക ഗാന്ധി ചോദിച്ച ആദ്യ ചോദ്യം വളരെ ലളിതമാണ്. നിയമം കൊണ്ടുവന്നു, ശിക്ഷ കർശനമാക്കി, പക്ഷേ ഇന്ന് വരെ ഒരു പേപ്പർ ലീക്ക് കുറ്റവാളിയെങ്കിലും മാതൃകാപരമായ ശിക്ഷ നൽകിയിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ സർക്കാർ ബെഞ്ചുകൾ നിശബ്ദമായിരുന്നു. നിയമം ശക്തമാക്കുന്നത് ഒരു കാര്യം, ആ നിയമം നടപ്പാക്കുന്നത് മറ്റൊരു കാര്യമാണ്. വിദ്യാർത്ഥികൾ പറയുന്നതും അതുതന്നെയാണ്. പേപ്പർ ലീക്ക് നടക്കരുത്, നടന്നാൽ കുറ്റവാളികൾ രക്ഷപ്പെടരുത്. അതിനു പകരം എന്താണ് സംഭവിച്ചത്? പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ കണ്ടെത്താൻ ഫേസ് റെക്കഗ്നേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം വരെ ഉയർന്നു. എന്നാൽ ചോദ്യപേപ്പർ ചോർത്തിയവരെ കണ്ടെത്താനും പൊതുജനങ്ങൾക്ക് മുന്നിൽ അവരെ കൊണ്ടുവരാനും അതേ വേഗത കാണിക്കുന്നില്ല എന്ന വിമർശനമാണ് പ്രിയങ്ക ഗാന്ധി അവിടെ ഉന്നയിച്ചത്. അതോടെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു. പ്രധാനമന്ത്രി ഉപദേഷ്ടാക്കളെ മാറ്റണം. അതിനും കാരണമുണ്ട്. രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഇത്തരമൊരു വിമർശനം സാധാരണമാണല്ലേ. പക്ഷെ അതിനു പിന്നാലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. സർക്കാർ വീണ്ടും ഒരു പുതിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നു, പുതിയ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പ്രശ്നങ്ങൾ തീരുമോ എന്ന്. രാധാകൃഷ്ണൻ കമ്മിറ്റി മുമ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ശുപാർശകൾ എത്രത്തോളം നടപ്പായി എന്ന ചോദ്യവും ഉന്നയിക്കുകയുണ്ടായി. പ്രസംഗത്തിലെ ഏറ്റവും വൈറലായ ഒരു വരി പിന്നീട് വന്നു. പുതിയ ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങളെ പരാമർശിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു മുൻ IB മേധാവി, ഒരു IT കമ്പനി ഉടമ, അതോടൊപ്പം ഗോമൂത്ര വിദഗ്ധൻ എന്നും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു പരിഹാസ രൂപത്തിലായിരുന്നു ആ പരാമർശം. एक एक्स-आईबी चीफ,
एक आईटी कंपनी के मालिक और एक गौमूत्र के विशेषज्ञ भी हैं। इन्हें शिक्षा के बारे में क्या पता जी? सर सच है। അതിന്റെ ഭാഗമായുള്ള ചിരിയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. വിദ്യാഭ്യാസവുമായി നേരിട്ട് ബന്ധപ്പെട്ട വിദഗ്ധർക്ക് പകരം ഇത്തരം അംഗങ്ങളെ ഉൾപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്യാനായിരുന്നു ആ രാഷ്ട്രീയ വിമർശനം. ഈ ഒരു പരാമർശം സഭയിൽ വലിയ പ്രതികരണത്തിനും പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചകൾക്കുമാണ് ഇടയാക്കിയിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിക്കുന്നു, ഒരു പരീക്ഷയെ ലക്ഷ്യമാക്കി ജീവിതം ക്രമീകരിക്കുന്നു. ആ പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിയമം മാത്രം പോരാ, വിശ്വാസം തിരികെ കൊണ്ടുവരണം. ആ വിശ്വാസം വരേണ്ടത് പുതിയ കമ്മിറ്റികളിലൂടെയല്ല, കുറ്റം ചെയ്തവർക്ക് ഉറപ്പായ ശിക്ഷ ലഭിക്കുമ്പോഴാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തോട് എല്ലാവരും യോജിക്കണമെന്നില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഉയർത്തിയ ആ ഒരു ചോദ്യം ഇപ്പോഴും മറുപടി കാത്തിരിക്കുന്നു. പേപ്പർ ലീക്ക് തടയാൻ നിയമമുണ്ടെങ്കിൽ കുറ്റവാളികൾക്ക് ശിക്ഷ എവിടെയാണ്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ദിവസം രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, രാജ്യത്തെ വിദ്യാർത്ഥികൾക്കായിരിക്കും ഏറ്റവും വലിയ വിജയം.